ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഈ ഒരു മ്യൂസിക് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. അപ്പൊ ആ ഒരു മ്യൂസിക് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു എന്നുള്ള ഒരു റീൽ എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വലിയ എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആയിട്ടുള്ള റീലാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റീൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റീൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒരു ട്യൂട്ടോറിയലേക്ക് കിടക്കുന്ന മുമ്പ് ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടുള്ള ഒരു റീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ CapCut എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പൊ CapCut ആപ്ലിക്കേഷനിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ഇത് ഈസിയായി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ CapCutലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 7 വീഡിയോ ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു 7 വീഡിയോ ക്ലിപ്സ് ആണ് ഇതിലേക്ക് കാണുന്നത്. അപ്പൊ ഇതിൽ 7 ക്ലിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്ലിപ്പ് ഞാൻ എൻ്റെ കയ്യിൽ നല്ലൊരു ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബീച്ചിന്റെ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കണ്ടോ, ഇതേപോലത്തെ ജസ്റ്റ് ഒരു ബീച്ചിന്റെ വീഡിയോ മാത്രം ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്ലിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു ബീച്ചിന്റെ അവിടെ കൊടുത്തതിന് പകരം ഈ ഒരു ബീച്ച് മാത്രം കൊടുത്തതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ക്ലിപ്സുകൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനി ആ ക്ലിപ്സ് കുറവിലോടത്തേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഈ ഒരു ബീച്ചിന്റെ ക്ലിപ്സ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇനി അതൊന്നും നിങ്ങൾക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ ഒരു വീഡിയോ ഡോക്യുമെന്റ് ആയിട്ട് അയച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷനിലാണോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു 7 ക്ലിപ്സ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 7 ക്ലിപ്സ് ആഡ് ചെയ്തതിനു ശേഷം താഴത്തെ ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ആസ്പെക്ട് റേഷ്യോ എന്നൊരു ഓപ്ഷൻ അത് സെലക്ട് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് 9:16 ഫ്രെയിമിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ സാധാരണ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് 16:9 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 9:16 കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ താഴത്തെ ഒരു ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഓഡിയോ പറയുന്നപ്പോൾ കൂടുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം ഒക്കെ ഈ ഒരു മ്യൂസിക് വേണ്ടത് ഒരു 15 സെക്കൻഡാണ്. അപ്പൊ നിങ്ങൾ ഓവർ ആക്കിയിട്ട് നിങ്ങളൊരു 30 സെക്കൻഡിലേക്കൊന്നും അങ്ങനെ കൂടുതലാക്കിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ട. മാക്സിമം ഒരു 15 സെക്കൻഡിന്റെ ഉള്ളിൽ ഒതുക്കാൻ നോക്കുക ഒരു വീഡിയോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ അതിനനുസരിച്ചുള്ള ഒരു ഓഡിയോ ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ഞാനിവിടെ എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇത് ഏകദേശം ഇപ്പൊ ഒരു 14 സെക്കൻഡോളുള്ളൂ ആ ഒരു മ്യൂസിക്കിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോസിന് നമ്മൾ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രാഫ് ഇട്ടിട്ട് സ്ലോമോ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആക്കിയിട്ട് സ്ലോമോ കൊടുക്കുക. അപ്പൊ ഞാനിവിടെ രണ്ടും ആടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ലോമോ ആഡ് ചെയ്യലാണ്. അപ്പോൾ സ്ലോമോ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തെ ബോക്സിൽ സ്പീഡ് പോവുക, കർവ് പോവുക. ഞാൻ കർവിൽ ഫസ്റ്റത്തെ കർവിലാണ് ചെയ്യുന്നത്. കസ്റ്റം എടുക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട പോലെ സ്ലോമോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലോമോ അഡ്ജസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലോമോ കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം നൈസായിട്ടൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടൈം ലാപ്സ് പോലെ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തുള്ള ക്ലിപ്സിനൊക്കെ സ്ലോമോ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തുള്ള മ്യൂസിക്കിൻ്റെ ഒരു എൻഡിങ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ ആഡ് ചെയ്തുള്ള ക്ലിപ്സുകൾക്ക് സ്ലോമോ കൊടുത്തപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും ഒരു ഡ്യൂറേഷനിൽ മാറ്റം വന്നൊക്കെ കൂടിയിരിക്കുന്നു കാണാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്തുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തുള്ള ക്ലിപ്സുകളുടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത്. കാരണം ഈ ഒരു ചെയ്യുന്ന മെത്തേഡ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോന്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂലായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു റീൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ ഓവർലേ ആഡ് ഓവർലേ കൊടുത്തിട്ട് ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ ആഡ് ചെയ്തുള്ള ഈ വീഡിയോസിന്റെ ഈ ഒരു ടൈം ലൈനിന്റെ ഈ ഒരു ലെയർ നിങ്ങൾ മാക്സിമം സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് ഈ വൈറ്റ് ലൈന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം മാക്സിമം സൂം ചെയ്തിട്ട് നമ്മുടെ വീഡിയോന്റെ സ്റ്റാർട്ടിലേക്ക് പോവുക. എന്നിട്ട് ഈ വൈറ്റ് ലൈൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കുക. ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണോ ആ ഒരു ഫസ്റ്റ് ക്ലിപ്പ് പോയിട്ട് സെക്കൻഡ് ക്ലിപ്പ് വരുന്നത് നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പ് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഇതേപോലെ സെയിം മെത്തേഡ് ഫ്രണ്ടിലേക്ക് തന്നെ പോവുക.
ഇനി അടുത്ത ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്യുക. ഇതേ പ്രോസസ്സിൽ നിങ്ങൾ ബാക്കി ഇതേ മെത്തേഡായിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എളുപ്പ വഴിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡ് കാര്യം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ആണ് കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചോ, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കിട്ടോ, എന്നാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കൂടി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓരോന്ന് കറക്റ്റ് നോക്കി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ ഈ ആഡ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ബീച്ച് സൈഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നുള്ള ഇതേപോലത്തെ നല്ലൊരു അടിപൊളിയായ ഒരു സിനിമാറ്റിക് ടച്ചൊക്കെയുള്ള നല്ല ക്ലിപ്സുകൾ ആഡ് ചെയ്തതിന് നല്ല രസം ഉണ്ടാവും വീഡിയോ കാണാൻ. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ക്ലിപ്സിനും ഇപ്പോൾ ഡ്യൂറേഷനോട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഓക്കെ ഇവിടെ ഒന്നും കൂടി ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ക്ലിപ്പിൻ്റെ എൻഡിങ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇത് നമ്മൾ ആ മ്യൂസിക് അവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ആ ഒരു മ്യൂസിക് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മളെ ക്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ഓവറിലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ടൈം ലൈൻ ഇപ്പോൾ കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ സ്ലോ മോയും കിട്ടും. ഇനി ചെയ്യേണ്ടത് നേരെ സ്പീഡ് പോയിട്ട് നിങ്ങൾ സ്പീഡ് ചെയ്ത ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിൽ കാണാൻ നിങ്ങൾക്ക് ഇതേപോലെ സ്മൂത്ത് സ്ലോമോ നല്ലത്, അത് സെലക്ട് ചെയ്ത് അതിൽ ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ആഡ് ചെയ്തുള്ള സ്ലോമോ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സുകൾക്കൊക്കെ ആ ഒരു സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ വീഡിയോ എഡിറ്റിംഗും ഇപ്പോൾ അവിടെ ഫിനിഷിംഗ് ആണ്. കാരണം ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ആ ഒരു പ്രിവ്യൂലായിട്ട് കാണിച്ചു തന്നിട്ടുള്ള റീൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് കൊടുക്കേണ്ട ഒരു കളർ ഗ്രേഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് നിങ്ങളുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില വീഡിയോസ് കാണാൻ നിൽക്കുന്ന സ്കൈ ഒരു റെഡിഷ് കളറൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൈയിലേക്ക് ആ ഒരു റെഡിഷ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നോർമൽ ടൈപ്പ് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മുടെ ക്യാപ്കട്ടിൽ തന്നെ ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മോഡലായിട്ടുള്ള ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ഫിൽറ്റർ നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്ലാഷ് CCD എന്നുള്ള ഈ ഒരു ഫിൽറ്ററാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നമുക്ക് ഗ്ലോ എഫക്റ്റ് കിട്ടും, ഒരു വിൻറ്റേജ് ആയിട്ടുള്ള ഒരു ഡ്രീമി ഗ്ലോ ഒക്കെ ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാൻ വീഡിയോക്ക് എല്ലാത്തിലേക്കും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ഇതിൻ്റെ അടിയിലേക്ക് ഒരു മാസ്ക്, ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഷെയ്ഡ് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊക്കെ ഈ ഒരു പറഞ്ഞ മെത്തേഡൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാതും ഇതേപോലെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ഉദിക്കണ പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മെത്തേഡ് മാത്രം ഇതിലേക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഓവറിലാക്കിയിട്ട് അവിടെ ഒരു പ്ലെയിൻ ബ്ലാക്ക് ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം ഇത് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് രണ്ട് മെത്തേഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഈ മാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിയിൽ മാത്രം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ അതിൽ ഹൊറിസോണ്ടൽ എടുത്തിട്ട് ആ ഏരോ നൈസായിട്ടൊന്ന് അടിയിലാക്കിയിട്ട് ഇതേപോലെ അടിയിൽ മാത്രം നിങ്ങൾക്ക് ആ ഷെയ്ഡ് കൊടുക്കാം. ഇനി അതല്ല, ഇനി നിങ്ങൾക്കൊരു ബോക്സ് ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ ഇത് നോർമലായിട്ട് ഇനി നിങ്ങൾക്ക് ബോക്സ് ടൈപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്കിൽ പോയിട്ട് അതിൽ മിറർ എടുക്കുക, ഇൻവെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും അപ്ലോഡ് ചെയ്യാം മാസ്ക് ചെയ്തിട്ട്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കർവ് ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബോക്സ് സെറ്റ് ചെയ്യുക, ഒരു റെക്റ്റാങ്കിളിൽ ഇത് അത് എടുത്തിട്ട് പിന്നെ ഈ ഒരു ഏരോ മാർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കർവ് അടിച്ചാക്കിയിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീലായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഇമേജ് കൊണ്ട് ഇത്രക്കും ഉപയോഗമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ അടിയിലേക്കാണ് ആ ബ്ലാക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മിറർ ഹൊറിസോണ്ടലിൽ എടുത്തിട്ട് ഇൻവേർട്ട് കൊടുത്തു, ജസ്റ്റ് ഒന്ന് ഏരോ ഇട്ടിട്ടൊന്ന് ആ ഭാഗം ഞാൻ ഫെദർ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു തല തിന്നിട്ടായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് ഇപ്പോൾ അവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ ഒറിജിനൽ ഓഡിയോ മ്യൂട്ട് ചെയ്തിടുക.
ഇപ്പൊ നമ്മൾ ആ ഒരു സെക്ഷൻ ഇപ്പോൾ അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓരോ വൈറ്റ് ബോക്സുകൾ. അപ്പൊ ഈ ഒരു വൈറ്റ് ബോക്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ട്രാൻസിഷന്റെ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ട്രാൻസിഷന്റെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഷെയ്ക്ക് പോലത്തെ ട്രാൻസിഷൻ എഫക്ട്സ് ഒന്നും ആഡ് ചെയ്യരുത്. ഒരു സ്മൂത്ത് ആയിട്ട്, കാരണം അവിടെ ആഡ് ചെയ്യുന്ന മ്യൂസിക് പറയുന്ന അത്രക്കൊരു എന്താ പറയുക, ഒരു ഡീപ്പായിട്ട് ഇങ്ങനെ ഒരു അലീന ടൈപ്പ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഒരു എന്താ പറയുക, അതിനെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഫീൽ ആയിട്ട് ഇങ്ങനെ ഫീൽ ഗുഡ് ടൈപ്പ് ആയിട്ടുള്ള മ്യൂസിക് ആണ്. അപ്പൊ ആ ഒരു ഫീൽ ഗുഡിലേക്ക് തന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഇടിച്ചു കയറിയിട്ടുള്ള ഷെയ്ക്ക് എഫക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീൽ നമുക്ക് അവിടെ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ആ ഒരു ട്രാൻസിഷൻ മാത്രമേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 2-3 പറഞ്ഞുതരാം. അപ്പൊ ഒന്നാമത്തെ ക്ലിപ്പ് ക്ലിപ്പ് ഈ ഒരു ബീച്ചാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബീച്ചിലേക്ക് ഇങ്ങനെ ഒരു അലിഞ്ഞു പോണ രീതിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് ബോക്സ് എടുക്കുക. വൈറ്റ് ബോക്സിൽ ഓവർലേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം മിക്സ് കണ്ടോ, ഒന്നെങ്കിൽ മിക്സ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഫ്ലാഷ് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, ഇനി നിങ്ങളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ ക്യാമറയിൽ നിങ്ങളൊരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് വിചാരിക്കുക. ഇപ്പൊ ഞാനിവിടെ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോ കാണുമ്പോൾ നോക്കുക, ആ ഒരു ഫീൽ, നമുക്ക് അതിന്റെ ഒരു ഫീൽ ഗുഡ് അവിടെ തന്നെ. അപ്പൊ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ മാക്സിമം അങ്ങനെ ആ ഒരു ടൈപ്പ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള കിട്ടണം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇനി ഇപ്പൊ നേരത്തെ ഓവർലേയിൽ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തന്നു, ഇനി അതൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലറാണ് കൊടുത്താൽ ഭാഗത്തായി ഇതാ കണ്ടോ, ഈ ഒരു ബ്ലറിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലിപ്സിലും ഈ ഒരു ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഓവർലേയിൽ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീച്ചിന്റെ ഭാഗമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിൽ എൻ്റെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് നൈസായിട്ടൊന്ന് എൻ്റെ കീ ഫ്രെയിം ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇത് ബീച്ചിൽ നിന്നല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത എല്ലാ ക്ലിപ്സുകൾക്കും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതും നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടി നൈസായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്കട്ടിൽ ഇല്ലാത്ത എഫക്റ്റ് ഞാൻ ജസ്റ്റ് നമുക്ക് 2-3 ഐറ്റംസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ട്രാൻസിഷൻ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എഫക്റ്റ് വീഡിയോ എഫക്റ്റ് പോവുക, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. എഫക്റ്റിൽ പോയിട്ട് നിങ്ങൾ ഒബ്ലിക്ക് ബ്ലർ എന്ന് സെലക്ട് ചെയ്യുക. ഒബ്ലിക്ക് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഒബ്ലിക്കിൽ ഇതിൽ തന്നെ ഉണ്ട് 2 ഒബ്ലിക്ക് ബ്ലർ. അതിൽ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്ന ഈ ഒരു ഒബ്ലിക്ക്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് വരേണ്ടത് എവിടെയാണോ അവിടേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോന്റെ എൻഡിങ്ങിൽ ഇത്രക്കും മറ്റേ വീഡിയോന്റെ സ്റ്റാർട്ടിങ് ഇത്രക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് താഴത്തെ ഒബ്ജക്റ്റിൽ ആൾ കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ നിങ്ങളൊരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ സ്റ്റാർട്ടിലെ കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതേപോലെ അതിന്റെ എൻഡിങ്ങിൽ നൈസായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് റീപ്ലേസ് പോവുക. എന്നിട്ട് നിങ്ങൾ ഷെയ്ക്ക് ആഡ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഷെയ്ക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഒരുപാടെണ്ണം കാണും. അതിലൊരു ഈ ഒരു പെണ്ണിന്റെ ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു 1, 2, 3, 4ാമത്തെ ആ ഒരു ഷെയ്ക്ക് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് നിങ്ങൾ അതിന്റെ സ്പീഡ് ജസ്റ്റ് ഒരു 10ന് താഴെക്കാക്കി കൊടുക്കുക. അതേപോലെ അതിന്റെ ഇന്റൻസിറ്റി ഒരു 10ന് താഴെക്കാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ഒരു സ്മൂത്ത് ഇപ്പൊ ഇതിൽ ഓൾറെഡി കൂടിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്പീഡും ഇന്റൻസിറ്റി നിങ്ങൾ 8ന്ന് നിങ്ങൾ ഒരു 5ന് അടിക്ക് കുറച്ചിട്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടും. കണ്ടോ, അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ആ കീ ഫ്രെയിം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധനം നല്ല തീയായി നിൽക്കും. അപ്പൊ ഇനി ഇവിടെ നേരത്തെ നമ്മൾ എല്ലാത്തിലും നമ്മൾ എൻഡിങ് പോർഷൻ ആയിരുന്നു സൂം ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് അതൊന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോർഷൻ നിങ്ങളൊന്ന് സൂം ചെയ്തിട്ട് എൻഡിങ് വരുമ്പോൾ അങ്ങനെ സൂമിങ് കുറക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു ലോങ് ഷോർട്ട് ആയിട്ടുള്ളൊരു വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് ഒന്നുകൂടി അടുത്തല്ലേ, ഇത് ഒന്നുകൂടി ദൂരെയാണ് ക്ലിപ്പ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ സൂം നൈസായിട്ട് ഒന്ന് ഓവറായി ഒന്നുകൂടി നൈസായിട്ട് കുറച്ചു കൊടുക്കും. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു എഫക്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നും. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സംഭവം മനസ്സിലായി ഉണ്ടാവും എങ്ങനെ ഇപ്പൊ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ഐക്കൺ മസ്റ്റ് ആണ് എനേബിൾ ചെയ്തിടുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.